ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. പക്ഷേ 1.5 മാസം പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് വെല്ലുവിളിയായത് നിലയ്ക്കാത്ത തർക്കങ്ങളും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും മുന്നിൽ വലിയ സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നടത്തിയത്. എന്നാൽ KPCC അധ്യക്ഷനും KSU സംസ്ഥാന പ്രസിഡന്റും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ മാറുമെന്നതായിരുന്നു മാറുചേരിയുടെ വാദം. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ അവഗണന നേരിട്ട KM അഭിജിത്തിനായി എ ഗ്രൂപ്പും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അഭിജിത്തിന്റെ സാധ്യതകളെ എതിർചേരി പ്രതിരോധിച്ചത്. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിന് തിരിച്ചടിയായതും ഇതേ കാരണം തന്നെ. അതിനിടെ യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ OJ ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. സാമുദായിക സമവാക്യങ്ങളും ജനീഷിന് അനുകൂല ഘടകമായതായി ഒരു വിഭാഗം വിലയിരുത്തുന്നു. അതേസമയം അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ സംഘടനയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.